ജാൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തിരൂരിന്റെ ജനകീയ ഡോക്ടറായിരുന്ന PVAK ബാവ അനുസ്മരണം തിരൂർ സൗഹൃദവേദി സംഘടിപ്പിച്ചു. എല്ലാ രംഗത്തും മാതൃക കാണിച്ച മഹത് വ്യക്തിത്വമായിരുന്നു ഡോക്ടർ PVAK ബാവ എന്ന് കേരള വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ തിരൂർ തുഞ്ചൻപറമ്പിൽ തിരൂർ സൗഹൃദവേദി സംഘടിപ്പിച്ച ബാവ ഡോക്ടറുടെ 1ാം ചരമവാർഷിക അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ആരോഗ്യ സേവന മേഖലകളിൽ ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത നേട്ടങ്ങളാണ് അദ്ദേഹം കൈവരിച്ചത്. പാവപ്പെട്ടവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും കണ്ണീരൊപ്പുന്നതിനു വേണ്ടി അദ്ദേഹം അവസാന കാലം വരെ മുന്നിൽ നിന്നു. എല്ലാ മേഖലയിലും അദ്ദേഹത്തെ പോലുള്ളവരിൽ നിന്നും പുതിയ തലമുറകൾക്ക് ഏറെ പഠിക്കാനുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗഹൃദവേദി പ്രസിഡന്റ് KP റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു. ആസ്റ്റർ മിംസ് ഡയറക്ടർ എഞ്ചിനീയർ അഹമ്മദ് മൂപ്പൻ, മുൻ സിഡ്കോ ചെയർമാൻ നിയാസ് പുളിക്കലകത്ത്, റൈഹാൻ ഐ ഹോസ്പിറ്റൽ MD ഡോക്ടർ TK സലാഹുദ്ദീൻ, തിരൂർ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് S ഗിരീഷ്, കൗൺസിലർമാരായ ജീന ഭാസ്കർ, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് K പത്മകുമാർ, PC അബ്ദുറഹ്മാൻ, ഫെഡറൽ ബാങ്ക് മാനേജർ ദീപു, തിരൂർ AMA പ്രസിഡന്റ് ഡോക്ടർ സീം അൻവർ, മുൻ പ്രസിഡന്റ് ഡോക്ടർ ആശാ വാര്യർ, MS മലപ്പുറം ജില്ലാ പ്രസിഡന്റ് K ഷാഫി ഹാജി, MSS മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഹസൻ ബാബു, PA ഷാഹുൽ ഹമീദ് ചെമ്മാട്, തിരൂർ ചേംബർ പ്രസിഡന്റ് PA ബാവ, പ്രൊഫസർ APA റഹ്മാൻ, ഷമീർ കളത്തിങ്ങൽ, PP അബ്ദുറഹ്മാൻ, പ്രൊഫസർ ബാബു, തിരൂർ അർബൻ ബാങ്ക് CEO സുരേഷ്, ഡോക്ടർ K മൊയ്തീൻ കാരത്തൂർ, അഡ്വക്കേറ്റ് വിക്രം കുമാർ, പാറയിൽ ഫസലു എന്നിവർ സംസാരിച്ചു. തിരൂർ സൗഹൃദവേദിയുടെ പ്രസിഡന്റ് KPO റഹ്മത്തുള്ള സാഹിബ്, നമുക്കറിയാം ഡോക്ടറെ സംബന്ധിച്ച് ജീവിതത്തിൽ ഉടനീളം കുറേ മൂല്യങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിനും ഔദ്യോഗിക ജീവിതത്തിനും അദ്ദേഹത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. മനുഷ്യരാശിയോടുള്ള സേവനമാണ് ജീവിതത്തിലെ മഹത് കർമ്മം എന്ന് വിശ്വസിക്കുന്ന ചുരുക്കം ചില വ്യക്തികളിലൊന്നാണ് നമ്മളെ വിട്ടുപോയിട്ടുള്ള ഡോക്ടർ ബാവ സാഹിബ്. തീർച്ചയായും കൊണ്ടും അദ്ദേഹത്തിൻ്റെ ചെയ്ത പ്രവൃത്തികൾ ലോകത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് മാതൃകയായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നിരാലംബരായിട്ടുള്ള രോഗികൾക്ക് അത്താണിയായി കോടിയേരി ബാലകൃഷ്ണനെ ചികിത്സിച്ചിട്ടുണ്ട്. ഡോക്ടർ കുഞ്ഞബ്ദുള്ളയെ ചികിത്സിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തലശ്ശേരിയിലായിരുന്നു ചികിത്സിച്ചത്. അങ്ങനെ വിവിധ മേഖലകളിൽ മാത്രമല്ല NSS വളണ്ടിയർമാർ ഉപയോഗിച്ചിട്ട് തിരൂർ ഹോസ്പിറ്റലിൽ കേടായി കിടന്നിരുന്ന കട്ടിലും മേശയും കസേരയും ഒക്കെ അദ്ദേഹം പുനഃസംവിധാനിച്ചിരുന്നു. അതിനുശേഷം മലപ്പുറം ജില്ലയിൽ എവിടെയൊക്കെ അദ്ദേഹം ജോലി ചെയ്തോ വടകര തലശ്ശേരി ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലെ താലൂക്ക് ആശുപത്രികളിലെയും ഉപകരണങ്ങൾ NSS വളണ്ടിയർമാരെ ഉപയോഗിച്ച് റിപ്പയർ ചെയ്യാമെന്ന് കണ്ടെത്തിയതും അത് വ്യാപകമാക്കുകയും ചെയ്തു എന്ന ഒരു കാര്യം കൂടി നമ്മൾ ഇതോടുകൂടി ചേർത്ത് വായിക്കണം. മാന്യനായ വഖഫ് ബോർഡ് മെമ്പറും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിറസാന്നിധ്യമായ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ സാഹിബിന്റെ ആദരവ്. വ്യക്തിപരമായ ഒരുപാട് ബന്ധങ്ങൾ, കുടുംബപരമായ ഒരുപാട് ബന്ധങ്ങൾ, വിശാലമായ ഒരുപാട് സൗഹൃദങ്ങൾ അങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഞങ്ങൾ പ്രിയപ്പെട്ട ഡോക്ടർ ബാവ സാഹിബിന്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഒരു 2 വർഷം മുമ്പ് ഇവിടെ തിരൂരിൽ വന്നപ്പോൾ ഞാൻ അസബാബോട് അപ്പയെ കാണണം എന്ന് പറഞ്ഞ് വീട്ടിൽ വരികയാണ്. അപ്പയോ എന്നോട് തലശ്ശേരിയെ സംബന്ധിച്ചാണ് ഏറെ വിശാലമായി സംസാരിച്ചത്. ബാവ ഡോക്ടറും കുടുംബവും തിരൂരിൽ വന്ന കാലം മുതൽ എൻ്റെ അച്ഛനുമായിട്ടും ഞങ്ങൾ കുടുംബവുമായിട്ടൊക്കെ അടുപ്പവും സ്നേഹവും അതെൻ്റെ അച്ഛൻ്റെ മരണം വരെയും അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. അദ്ദേഹം തിരൂർ താലൂക്ക് ഗവൺമെൻറ് ആശുപത്രി സൂപ്രണ്ടായി നിന്ന് ദീർഘകാലം പ്രാക്ടീസ് ചെയ്ത് പിന്നീട് ജില്ലാ ആശുപത്രിയിൽ പോയി അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് തിരൂരിൽ മടങ്ങി വരുന്ന തലക്കരത്തിൽ ആലൂക്ക് ആശുപത്രിയിൽ അദ്ദേഹം സർജനായിട്ട് ജോയിൻ ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് മുമ്പ് ഇവിടെ ഇരുന്ന താലൂക്ക് ഹോസ്പിറ്റലിലെ സൂപ്രണ്ടുമാരായിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ആദ്യകുട്ടി ഡോക്ടർ MC രാമോദരൻ അടങ്ങി തുടങ്ങിയ പ്രഗത്ഭരായ ആളുകൾ. അവരെ പോലെ പ്രഗത്ഭനായ ഒരു ഡോക്ടറായിരുന്നു ബാവ ഡോക്ടർ എന്ന് പറയാൻ യാതൊരു സംശയമില്ല.
അദ്ദേഹം നല്ലൊരു സർജൻ കൂടിയായിരുന്നു. താലൂക്ക് ആശുപത്രിയുടെ നമ്മുടെ ഇന്ന് താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് അല്ലെങ്കിൽ ഇന്ന് കാണുന്ന വികസനത്തിന് തുടക്കം കുറിച്ചതും അദ്ദേഹം സൂപ്രണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം അതിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന കാലത്താണെന്ന് നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല. വളരെ പ്രഗത്ഭമതികളായ ആളുകളാണ് സദസ്സിലുമുള്ളത്. ഇതിന് പക്ഷേ ഇതിനേക്കാളും ഭംഗി ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സദസ്സായിരിക്കുമെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഒരടുത്ത മീറ്റിങ്ങിലേക്ക് അടുത്തൊരു വർത്തമാനം പറയില്ലേ, വളരെ കൃത്യമായ ബന്ധത്തോടു കൂടി ഒരുപാട് കാലം പരിചയമുള്ള രണ്ട് വ്യക്തികൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുവാൻ അദ്ദേഹത്തിന് വലിയൊരു പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബാബ ഡോക്ടറിലൂടെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു സ്വഭാവത്തിന്റെ സവിശേഷതയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. അതിനപ്പുറം അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരു ഡോക്ടർ, പ്രത്യേകിച്ച് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കച്ചവടക്കാർക്കൊക്കെ പൊതുവെ ഡോക്ടർമാരെ കുറിച്ചും പ്രൊഫഷണലുകളെ കുറിച്ചൊക്കെ വളരെ സ്വാർത്ഥമതികളാണ് എന്നുള്ള അഭിപ്രായമുള്ള ആളുകളാണ്. ഗിരീഷേട്ടനെ അറിയാലോ. എന്നാൽ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരു വിഭാഗമാണ് പ്രൊഫഷണൽ എന്ന അങ്ങനെ നമുക്ക് അഭിപ്രായം. എന്നാൽ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാനുഷികമായ മൂല്യങ്ങളെ പുലർത്തുകയും അത് ജീവിതത്തിൽ പുലർത്തുകയും തങ്ങളുടെ ജീവിതം സമൂഹത്തിന് വേണ്ടി സമൂഹത്തിന് വിളക്കായി മാറുകയും മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ബാബ ഡോക്ടർ നമ്മുടെ സമൂഹത്തിന് പകർന്നു തന്നൊരു വലിയ പാഠം. സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ബാബ ഡോക്ടറെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ പരിമിതമായ സൗകര്യങ്ങളുള്ള താലൂക്ക് ആശുപത്രിയെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗികളോടും മറ്റുമുള്ള ആത്മാർത്ഥമായ സത്യസന്ധമായ സേവനം അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഗണങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് കൂടുതൽ ബന്ധപ്പെടാൻ കഴിയും. ഏകദേശം 35 വർഷത്തെ നീണ്ടമായ പരിചയമാണ്. തിരൂരിൽ വന്നാൽ അദ്ദേഹത്തെ കാണാതെ പോയാൽ പരാതിയാണ്. ഉച്ചക്കാണ് വന്നതെങ്കിൽ ഭക്ഷണം കഴിച്ച് പോകാൻ പാടുള്ളൂ. വൈകിട്ടാണ് വന്നതെങ്കിൽ ചായ കുടിക്കണം, നിർബന്ധമാണ്. അത് പൊന്നാണി പലഹാരവുമാണ്. ഒരു യഥാർത്ഥത്തിൽ ആ ഡോക്ടറെ സംബന്ധിച്ച് പറഞ്ഞാൽ സമൂഹത്തിനൊരു മാതൃകാപരമായ ഒരു ഡോക്ടറും കൂടിയാണ്. സാധാരണക്കാരായ ജനങ്ങളോട് വളരെ കടപ്പാടുള്ളൊരു മനുഷ്യനായി. ആ ഡോക്ടർ തിരൂർ വന്ന അന്ന് മുതൽ ആ ഡോക്ടറെ ഒരു അടുത്ത ആളാണ്. എൻ്റെ വാപ്പയുമായും ആ ഡോക്ടറിന് വലിയ ബന്ധമുണ്ടായിരുന്നു. എന്നെ ആദ്യം ബന്ധപ്പെട്ടത് ഞാൻ LICയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് നല്ല ഡോക്ടർമാരെ കിട്ടണം. അന്ന് ഏത് പോളിസി കൊടുത്താലും മെഡിക്കലുമാണ്. ആദ്യം സീതാമോഹൻ ഡോക്ടറായിരുന്നു. ഞാൻ പോയാൽ ആ ഡോക്ടറാണ് LICയുടെ ഡോക്ടറായി വന്നത്. ഇതിനൊക്കെ ഒരു സൗകര്യം കിട്ടുന്നുള്ള എൻ്റെ ബിസിനസ് ആവശ്യമായിരുന്നു. കൂടണം എന്ന് വിചാരിച്ച് നിർത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് കഥകൾ സാറിനെ കുറിച്ച് കേൾക്കലും കുറച്ച് നാൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യാനൊരു ഭാഗ്യവും കിട്ടിയിട്ടുണ്ട്. ഒരു ഡോക്ടറെന്നോ അല്ലെങ്കിൽ ഒരു സീനിയർ സാറെന്നോ ഒരു വഴികാട്ടിയെന്നോ എന്ന് മാത്രമല്ല, ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് പലപ്പോഴും കണ്ടിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് സാർ. അത്രയ്ക്ക് സ്വാതന്ത്ര്യവും എനിക്ക് ആ വീട്ടിൽ പലപ്പോഴും തന്നിട്ടുണ്ട്. ഞാനും ഫസ്റ്റ് ഡോക്ടർ ഏകദേശം സമപ്രായക്കാരാണ്. അതുകൊണ്ട് അച്ഛൻ സ്ഥാനത്ത് നിന്ന് തന്നെ സാറ് പലതും ഉപദേശിച്ചും വഴികാട്ടിയും തന്നിട്ടുള്ളത് ഞാനിന്ന് സ്മരിക്കുകയാണ്. ഓരോ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തതിൻ്റെ അനുഭവ സമ്പത്തും അങ്ങനെ എന്താ പറയുക, സംസാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സമയം പോകുന്നത് അറിയത്തില്ല. അതുപോലെ തന്നെ ആ ബാബ ഡോക്ടർ ചെയ്ത ആ ഒരു പുണ്യ പ്രവർത്തനങ്ങൾ, അതായത് ബാബ സാറിനെ പറ്റി ഓർമ്മിച്ചെടുക്കുമ്പോൾ അനുസ്മരണം എന്ന് പറയുമ്പോൾ ഒരുപാട് തലങ്ങളിൽ എനിക്ക് ബാബ ഡോക്ടറെ ഓർമ്മിച്ചെടുക്കാനുണ്ട്. ഒന്ന്, എൻ്റെ ഉപ്പാൻ്റെ ഒരു സഹപ്രവർത്തകനായിരുന്നു പെരുന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിൽ എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ പറഞ്ഞ കേട്ടാണ് ഞാനത് ജനിക്കുന്നതിന് മുമ്പുള്ള കഥയാണ്. അപ്പോൾ
അന്ന് മുതലേ ഉള്ള പരിചയങ്ങളുണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ ഡോക്ടറായിട്ട് എന്ന് വെച്ചാൽ എൻ്റെ ഒരു നഖത്തിനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഡോക്ടർമാർ സ്വന്തം മക്കളെ ട്രീറ്റ് ചെയ്യില്ലല്ലോ, വേറെ ഡോക്ടർമാരെ കൊണ്ടല്ലോ ട്രീറ്റ് ചെയ്യും. അങ്ങനെ അന്ന് ഉപ്പ എന്നെ കൊണ്ടുപോയത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉപ്പ എന്നെ കൊണ്ടുപോയത് പാവ ഡോക്ടറാണ്. ഒന്ന് കഠിനാധ്വാനി, ഹാർഡ് വർക്കാണ്. രാവിലെ ഒരു 7 മണിക്ക് പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞാൽ രാത്രി 10 മണി വരെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു തലശ്ശേരി. രാത്രി 10 മണി. ആ 10 മണി വരെയുള്ള പ്രാക്ടീസിൽ എനിക്കും ഡോക്ടർ സുബാബിനൊക്കെ അത്ഭുതം. കാരണം ആ 10 മണി വരെ ഞങ്ങൾ അവിടെ ഉറക്കം ഒഴിഞ്ഞു നിൽക്കണം. പഠിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ഉറക്കം എഴുതി നിൽക്കണം. കാരണം അത് കഴിഞ്ഞിട്ട് വേണം, അന്ന് വാച്ച്മാനൊന്നുള്ള കാലഘട്ടമല്ല, ആ ഗേറ്റ് പൂട്ടാൻ ഞങ്ങൾക്ക് 2 പേരുടെയും ജോലിയാണ്. ഒരു ദിവസം ഞാൻ പൂട്ടുകയാണെങ്കിൽ ഒരു ദിവസം സുബാബ് പൂട്ടും. ആ ഒരു രീതിയിലാണ് പോവുക. അത് കഴിഞ്ഞ് എന്നാൽ സുഖമായിട്ട് ഉറങ്ങാം എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഏകദേശം ഒരു 10 മണിക്ക് ഉറങ്ങി 4 മണിയാകുമ്പോഴേക്കും നമ്മളെ മുട്ടി വിളിക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സുബഹി നമസ്കാരത്തിന്. അതായത് ഇന്ന് പള്ളികളിലൊക്കെ തന്നെ ചെറുപ്പക്കാരും കുട്ടികളെ, ചെറിയ കുട്ടികളൊക്കെ കാണുന്ന കാലഘട്ടമാണ്. ഇഷ്ടം പോലെ മുതിർന്നവരെക്കാളും കൂടുതൽ ചെറുപ്പക്കാരെ പള്ളി. പക്ഷെ ആ കാലത്ത് ആകെ 2 ചെറുപ്പക്കാരുണ്ടാവുള്ളൂ. ചെറുപ്പക്കാരല്ല, കുട്ടികൾ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഞാനും അസംബാബും ഉണ്ടാവും. ബാക്കി മുഴുവൻ തന്നെ 50 വയസ്സ് കഴിഞ്ഞ ആളുകളായിരിക്കും സുബഹ് നമസ്കാരത്തിന്. നമ്മളത് ഡോക്ടർ അനുസ്മരണമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്തെ വാർഡ് കൗൺസിലറാണ് ഞാൻ. അപ്പോൾ അദ്ദേഹവുമായി ഉള്ള ബന്ധം എന്നാൽ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾക്ക് ആദ്യം വോട്ട് ചോദിക്കാൻ പോകും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചെന്നപ്പോൾ തന്നെ അമ്മ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്. അപ്പം സാറ് പറഞ്ഞു താൻ എന്തായാലും ജയിക്കുള്ളൂ എന്നാണ്. അപ്പം അതുപോലെ തന്നെ 4 വോട്ടിനാണ് ജയിച്ചതെങ്കിലും അതിലൊന്ന് അദ്ദേഹത്തിൻ്റെതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനകീയനായ ഡോക്ടർ PVK ബാവയെ സംബന്ധിച്ചിടത്തോളമുള്ള ഓർമ്മകളാണ് ഇവിടെ ഓരോരുത്തരും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തിരൂർ താലൂക്ക് ആശുപത്രിയിൽ ചാർജെടുത്ത കാലഘട്ടം മുതൽ അദ്ദേഹം പരിചയപ്പെട്ട കാലം മുതൽ വളരെ സന്തോഷത്തോടുള്ള ഒരു അഭിസംബോധന ഉണ്ടാവുക. ഇഷ്ടാനാണ്, എന്താ ഇഷ്ടാനാണ്, അങ്ങനെ ചോദിക്കാൻ എന്താ ഇഷ്ട സുഖമല്ലേ. അതിനുശേഷം ഒരുപാട് നല്ല നല്ല ഉപദേശങ്ങളാണ്. കാരണം ഈ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സാധാരണക്കാരുമായിട്ട് അതുപോലെ സമൂഹത്തിലെ വളരെ പാവപ്പെട്ടവരുമായിട്ട് ഏത് രൂപത്തിൽ പെരുമാറുന്ന ഉപദേശങ്ങൾ എപ്പോഴും തരാൻ. ഇത്രയും സൗമ്യനായ, ഇത്രയും ഇവിടെ പറഞ്ഞ പോലെ ഇങ്ങനൊരു ധർമ്മിഷ്ഠൻ നമ്മളെ അതൊക്കെ ഈ പറഞ്ഞ പോലെ ദൈവം അവരുടെ പരലോക ജീവിതം ധന്യമാക്കി കൊടുത്തിട്ട്. ഡോക്ടർമാരുടെ പേരിൽ ഇപ്പോൾ ആദ്യത്തെ പേര് ഡോക്ടർ KG മേനോനാണ്. ഞങ്ങളുടെയൊക്കെ തലമുറയിലെ ആളുകളുടെ ഓർമ്മയിൽ ആദ്യം വരുന്ന ഡോക്ടർ KG മേനോൻ, പിന്നെ ഡോക്ടർ ആലിക്കുട്ടി. ആ ഗണത്തിലേക്ക് പിന്നീട് ഒരാൾ കയറി വരുന്നതാണ് ഈ മാവ ഡോക്ടർ. എനിക്ക് മാവ ഡോക്ടറായിട്ട് എനിക്കാൾ ബന്ധം അദ്ദേഹത്തിൻ്റെ മാനായ ഡോക്ടർ അസംഭാവമായിട്ടുണ്ട്. താൻ തിരൂരിലെ ആരോഗ്യ പരിപാലന രംഗത്ത്, അതോടൊപ്പം തന്നെ തിരൂരിലെ സാമൂഹിക, സാംസ്കാരിക, വൈജ്ഞാനിക വിദ്യാഭ്യാസ രംഗത്തെല്ലാം തന്നെ സജീവ പങ്കാളിത്തം വഹിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ ബാബ സാഹിബിൻ്റേത്. അവസരമായിട്ടുള്ള ബന്ധം 1975 ഞാൻ ആദ്യമായിട്ട് പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി വടകര കൊയിലാണ്ടി ഭാഗത്തൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അന്ന് ഞങ്ങളുടെ ബ്രദർ അബീബ് റഹ്മാൻ നോക്കാൻ വടകരയിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ആദ്യമായി ഞാൻ ഡോക്ടർ ബാബ സാഹിബിനെ പരിചയപ്പെടുന്നത്. അന്നു മുതൽ അവിടുന്ന് പോരുന്നവരെയുള്ള അടുപ്പം ഒരു കുടുംബ ബന്ധമായി മാറി. പിന്നീട് കുറേ കാലം അദ്ദേഹം എവിടെയൊക്കെ ജോലി ചെയ്യുന്നു അവിടെയൊക്കെ പോകാറും ഇതൊക്കെ കാണാറുണ്ട്. തിരൂര് നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ കട്ടവേദിയാണെന്ന് ചിലർക്കെങ്കിലൂടെ അറിയായിരുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് തിരൂർ താലൂക്ക് ആശുപത്രി. അതിൻ്റെ ഏറ്റവും ശോചനീയമായ അവസ്ഥയിൽ അദ്ദേഹം സൂപ്രണ്ടായി വരുന്നത്. ഇതിന് അദ്ദേഹം ചെയ്ത സേവനങ്ങൾ
അപ്ഡേഷൻ, അതിൻ്റെ അപ്ഡേഷനും അവിടെ ജോലിക്കാരെയും ഡോക്ടർമാരെയും ചികിത്സയിലൊക്കെ കാണിച്ച കൃത്യത, അതിൻ്റെ ശുഷ്കാന്തി, അങ്ങനെ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇന്ന് ജില്ലാ ആശുപത്രികൾ ഉയർന്നുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ചയിലൊക്കെ വലിയ പങ്ക് വഹിച്ച ഒരു മാന്യദേഹം കൂടിയാണ് അദ്ദേഹം. ഒരു വർഷവും തികയാണ്. അതോടൊപ്പം തന്നെ ആ ബാബ ഡോക്ടറുടെ സ്വഭാവത്തിൻ്റെ മഹിമ എല്ലാവരും പ്രസംഗത്തിൽ പറഞ്ഞു. നല്ല കാര്യം തന്നെ. അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാക്കി വരാൻ സ്വർഗഭൂതമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും ഭാഗ്യവാനായത് ബാബ ഡോക്ടർ മകനായി ജനിച്ച് മരിക്കുന്നത് വരെ 55 വർഷവും ബാപ്പാൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ അദ്ദേഹം ഡയാലിസിസ് തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ നീ ഈ പണിയും ഇതെല്ലാം കൂടിയായിട്ട് ഒരാളെ വേണമെങ്കിൽ നോക്കാൻ നിർത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ പാപ്പാനോട് കരത്തോട്ട് പറഞ്ഞു, പാപ്പ മരിക്കുന്നവരെ പാപ്പ ഏത് സ്റ്റേജിൽ കിടന്നാലും പാപ്പായും ഉമ്മാനെയും ഞാൻ പൊന്നുപോലെ നോക്കി എന്നെ കൊണ്ടാവുന്ന രൂപത്തിൽ മരിപ്പിക്കുന്നത് ഒരൊറ്റ എൻ്റെ പിടിവാശയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു. അതിൻ്റെ സമയത്ത് കഴിഞ്ഞ 6 മാസം പാപ്പാനോടൊപ്പം കിടക്കുകയും മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205, മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.